പക്ഷേ ഇത്ര നേരം യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നെങ്കിലും ഈ വ്യൂ കണ്ടപ്പോൾ ഉണ്ടല്ലോ ആ ക്ഷീണം അങ്ങ് മാറി. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേറും ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേറും നീലനിലാ കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ചിന്നക്കരയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. വളരെ ഇങ്ങോട്ട് റോഡൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ, കുഴിയാണ്, കുണ്ടും കുഴിയാണ്. എനിവേ ഇതിന് അറൗണ്ട് 600 മീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ റിസോർട്ടിലോട്ട്. ആക്ച്വലി നമ്മൾ ഊണ് കഴിച്ചു കേട്ടോ, നല്ല ഊണല്ലായിരുന്നോടാ? നല്ല ഊണല്ലായിരുന്നു, നല്ലൊരു ഊണ് കഴിച്ചു, നല്ലൊരു ഊണ് പാസ്സാക്കി. അപ്പോൾ ഒരു സന്തോഷം വയറ് നിറഞ്ഞു. ആൻഡ് ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ അതെ ഓക്കെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ നല്ല കിടിലൻ വ്യൂകളാണ് ഇവിടെ എന്നുള്ളതാണ് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാര്യം. അല്ലേ നല്ല രസമുണ്ട്. വൈകുന്നേരം ഇപ്പോൾ ഉച്ചയായി, നല്ല ചൂടുണ്ട്, നല്ല തണുപ്പുണ്ട്, ആ അവസ്ഥയാണ്. ഡയറക്റ്റ് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇതാണ്. യെസ് ഗൈസ്, നമ്മുടെ റിസോർട്ട് എത്തിയിരിക്കുന്നു. മൗണ്ടൻ ക്ലബ്. യെസ്, നമ്മുടെ റിസോർട്ട് ഇതാണ്. ഗോപികൃഷ്ണ. അപ്പോൾ നമ്മൾ മൗണ്ടൻ ക്ലബിന്റെ അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് വിശാലമായ റോഡുകളാണ്. എന്തുവാ? കിടിലർ റോഡ്. ഇവിടൊക്കെ ഇത് കോട്ടേജുകളാണ്. ഇതൊക്കെ കോട്ടേജുകളാണ് കേട്ടോ. ഓ സീറ്റ് കിടിലം വൈബായിരിക്കും. അതാണ്ട് കോട്ടേജുകൾ. എന്തായാലും വന്നിട്ട് കാണാം. മുകളിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ റിസോർട്ട് എത്തിയിരിക്കുകയാണ്. കത്തി നിൽക്കുന്നു. ഇതാണ് ഗൈസ് റിസോർട്ട്, മൗണ്ടൻ ക്ലബ്ബ് ചിന്നക്കര. ഞങ്ങളകത്ത് കയറി റൂമൊക്കെ റെഡിയാക്കി. ആൻഡ് ഇനി സാധനങ്ങളെടുത്ത് നമ്മുടെ കോട്ടേജിലോട്ട് പോവുകയാണ്. ഇവിടെ കോട്ടേജാണ്. സോ കാണിച്ചു തരാം. സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. MGയുടെ അത് നൈസാ. MGയുടെ ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് ഉണ്ട്. ഓ ഇവിടെ അവിടെ 6 ഉണ്ട് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നെ കിടിലോ. യെസ്. ഹലോ, സാധനം വന്നെടുത്താൽ പോവാം. ഓടി വരൂ. ബാഗൊക്കെ എടുത്ത് ഗൈസ് നമ്മൾ അങ്ങനെ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ, കിടിലം വ്യൂ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മെയിൻ സ്റ്റെപ്പ് കയറി പോകണമല്ലോ. ക്ഷീണിച്ച് കയറിയപ്പോഴത്തേക്ക് കൊള്ളല്ലേ വിഷയം കൊള്ളല്ലേ വിഷയം. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. റൂം നോക്കിയിട്ട് ബാക്കി പറയാം. മുകളിലോട്ട് നമ്മൾ കയറി പോവുകയാണ് സുഹൃത്തുക്കളെ. മുകളിലോട്ട് കയറുന്നതോറും വ്യൂ കൂടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഗൈസ്, കോട്ടേജ്, നമ്മുടെ കോട്ടേജ് ഇതാണ്. ക്ഷീണിച്ചു. ഓ ഇത് കോമൺ ലിവിംഗ് റൂം അല്ലേ? ഓക്കെ. താഴെ റൂം, മുകളിൽ എനിക്കുണ്ടേ, ഞാൻ മുകളിലാണ്. യെസ്, നമുക്ക് മുകളിലോട്ട് കയറാം. ഓക്കെ, വെൽക്കം ടു മൗണ്ടൻ ക്ലബ്. താങ്ക് യു. വൈബല്ലേ? എന്തൊരു AC പോലെ തണുപ്പല്ലേ? AC ഇരിക്കുന്ന പോലത്തെ തണുപ്പ്. കൊള്ളാം. സാധനം എടുത്ത് വെക്കട്ടെ. അതാ ഒരു പ്ലസന്റ് വൈബ് ഉണ്ട്. കർട്ടൻ തുറന്നു നോക്കാൻ ഗൈസ്. വെളിച്ചം വ്യൂ എല്ലാം എന്തിനുണ്ടെന്ന് പറയട്ടെ. ഓ ഇവിടെ ബാൽക്കണി ഉണ്ട് കേട്ടാ. യെസ്, അതാ പറഞ്ഞേ. ഓ മൂനി എവിടെ തുറക്കുന്നത്? ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാ. നോക്ക്, അവിടെ എന്തൊക്കെയൊക്കെയോ കാണുന്നത്. എന്ത് ഡാമാണോ അത്? ഗൈസ്, തോണ്ടി നമ്മുടെ വണ്ടി കിടക്കുന്നു. എന്ത് രസമാണ്. യെസ്, എനിക്ക് തോന്നുന്നു വ്യൂ പോയിന്റ് വേറെ എവിടെ കാണും. അവിടെ എവിടെ എല്ലാം വ്യൂ പോയിന്റ് കാണും. അജേഷണ്ണൻ വന്നു. യൂട്യൂബിൽ കാണാം. അതെ, കാണോ? കാണും. കൊള്ളാം ഗൈസ്, കിടിലം.
ബാക്കി കാണിച്ചു. താഴത്തെ റൂം കണ്ടാ? ബാത്റൂം ഒന്ന് കണ്ടോ? അതിന് മുമ്പ് ബാത്റൂം കണ്ടു. ബാത്റൂം ഇവിടെ ഡ്രസ്സിങ് ഏരിയ, ഇവിടെ ഒരു മിറർ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ബാത്റൂം. യാ സെപ്പറേറ്റ് ആയിട്ട് കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആൻഡ് ക്ലീൻ സെറ്റപ്പ്, ക്ലീൻ. താഴെ അടുത്ത ബെഡ്റൂം ആവശ്യം വരും. അതെ വെച്ചോ. ഇത് കോമൺ ലിവിംഗ് റൂമാണ് കേട്ടോ. താഴെയാണ് അടുത്ത ബെഡ്റൂം. ഇവിടെ നമുക്ക് ചെരുപ്പ് ഊരിയിട്ടിട്ട് നമുക്ക് നടക്കാം അല്ലേ. ഇവിടെ 2 സ്റ്റെയർസിലായിട്ടാണ്. ഇവിടെ അടുത്തത് സെയിം ബാത്റൂം ആൻഡ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും അല്ലേ. യെസ്, ഇവിടെയും വ്യൂ, പക്ഷെ അതിൻ്റെ അത്രയും വ്യൂ ഇല്ല. മറ്റേത് സൂപ്പർ, മറ്റേത് സൂപ്പർ. മിററിൽ തിളങ്ങി നിൽക്കുന്നു. ഗൈസ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ അതെ ഗൈസ്, നമ്മൾ പൂളിൽ ഇറങ്ങാൻ പോവാണ്. എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ മാറി സെറ്റായി. ലെവൻ മാത്രമില്ല, വർക്ക് ചെയ്യാൻ വീട് പൂട്ടി ഇറങ്ങണം മിസ്റ്റർ. പോയി വീട് പൂട്ട് പോ. നമ്മൾ ഈ ജോലി ചെയ്ത് ക്ഷീണിച്ച് കഴിയുമ്പോഴേ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് ഇതുപോലെ ഇങ്ങനെ കറങ്ങാൻ വന്നാൽ പ്രശ്നമല്ലേ. ഒരു പീസ്ഫുൾ മൈൻഡ് സെറ്റ് ഇല്ലേ. ജോലി ചെയ്ത് ക്ഷീണിച്ചെങ്കിലും ഇന്ന് വൈകുന്നേരം പണിക്ക് കയറണം. എന്ത് ചെയ്യാ. അവർ വീട് കൂട്ടാൻ താക്കോൽ എടുക്കാൻ പോയി. ഇതൊക്കെ ഇവിടുത്തെ കോട്ടേജസുകളാണ്. ക്യാമറയും മാക്കുമായിട്ട് വർക്ക്. അതെ, വെള്ളത്തിൽ കിടന്ന് പണിയെടുക്കാൻ വേണ്ടി അണ്ണൻ പൂട്ടി ഇറങ്ങുകയാണ്. എന്തരാണോ എന്തോ. ചെരുപ്പിട്ട് ഗൈസ്, ഷൂ നമ്മൾ മാറ്റി. ഇനി നമ്മൾ പോകുകയാണ്. നമ്മൾ എങ്ങോട്ട് പോന്നു? നമ്മള് വന്നപ്പോ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പൊ ഗോപിയുടെ സെറ്റപ്പ് ആണ്. വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് വെള്ളത്തിൽ കയറി വിലസം ഇന്ന് എന്തെങ്കിലും നടക്കും. ഏതാ എന്റെ മോനെ നേരത്തെ വന്നപ്പോൾ കാണിച്ചില്ല. ഇതാണ് റിസപ്ഷൻ. പൂൾ അവിടെ അല്ലേ? മക്കളി, നമ്മൾ പൂളിൽ ഇറങ്ങാൻ പോവുകയാണ്. കുറെ നാളെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട്. ഭാഗ്യം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സേഫാ ഇല്ലേ. വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ നിർത്തങ്ക പുളകിതനായിരിക്കുന്നു സുഹൃത്തുക്കളെ. വെയിലില്ലല്ലോ ബ്രോ, ഒട്ടും വെയിലില്ല. പൂൾ, ഇൻഫിനിറ്റി പൂൾ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ആ കാണുന്നത്. ആക്ച്വലി രാവിലെ ആകുമ്പോൾ കിടുവായിരിക്കും കേട്ടോ. ഗൈസ്, ഒരു അരമണിക്കൂർ മുമ്പ് വരാമെന്ന് പറഞ്ഞ പാലക്കാട് ടീംസ് ഇതുവരെ എത്തിയിട്ടില്ല. എവിടെ എത്തിക്കാണും അതാണ് ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ സാധനം അവർക്കില്ല. ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ ആൾക്കാരാ ഇതുവരെ എത്തിയിട്ടില്ല. സോ ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ അജേഷ്? അതുകൊണ്ട് ഞങ്ങൾ പൂളിൽ ഇറങ്ങാൻ പോവുകയാണ്. ക്യാമറയും കൂടി വെള്ളത്തിൽ ചാടും. ഓക്കെ, ഞാൻ ചാടും കേട്ടോ. നമുക്ക് നാളെ വിളിച്ചാലോ. നമ്മള് വിചാരിക്കുന്നതിനുള്ള ചാടി 1 2 1 2 3 ചാടിക്കോ. കുളിക്കുന്ന നാളത്തേക്ക് പറ്റല്ലോ. രാവിലെ എന്തുമായിരിക്കും നമ്മൾ വിചാരിക്കുന്നതിനുള്ള നല്ല വെയിലുണ്ടെങ്കിലും ഐസ് വെള്ളമാണ്. ഐസ് വെള്ളത്തിലാണ് നമ്മൾ ആക്ച്വലി ആ ഒരു ഫീലാണ്. പക്ഷെ കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ആദ്യം പ്രാവശ്യം മുങ്ങിയാ മതി, സെറ്റ് ആവും. എനിക്ക് നീന്താ അറിയാം. ഈ ഷൂക്ക് വീട്ട് എപ്പോ വരും? അപ്പൊ തണുപ്പോ ചെറിയ മേടിക്കില്ല. ഒരു പ്ലാസ്റ്റിക് കിറ്റ് കിട്ടുമോ കാലിക്കട്ടെ? ഈ സൈഡിൽ കുറച്ച് ചൂടുണ്ട്, ഈ സൈഡിൽ കുറച്ച് ചൂടുണ്ട്. അതാ ടൈലിന്റെ ചൂടാ. ഞാൻ ഇവിടെ വന്നിരുന്നു, നല്ല ലൈറ്റ് ഉണ്ട്. തണുപ്പോ? തണുപ്പില്ല, ഭയങ്കര ചൂടാണ്. അങ്ങനെ മനോഹരമായ ഒരു കുളിക്ക് ശേഷം, സ്വിമ്മിംഗ് പൂൾ കുളിക്ക് ശേഷം ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ എത്തി. ഗൈസ് എല്ലാവരും കൂടെ നോക്കൂ. ഹായ്, ഗൂഗിൾ ബ്രോ എത്തി, വഗ്ഗി വല്ലു എത്തി, ഹാക്കേഴ്സ് മീഡിയ എത്തി, ആൻഡ് അറ്റ് ലാസ്റ്റ് ചാത്ത. ഹൈ. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഗൈസ്. ഐ മീൻ ഇവര് വന്നതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഇനി ഒന്നും ഇറങ്ങണം, നമുക്ക് ഒന്നും ഇറങ്ങിട്ട് പോവാം. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? വളരെ അടിപൊളിയായിരുന്നു. എന്റെ ഡ്രൈവിംഗ് കാരണം ഇത്ര സേഫ് ആയി നേരത്തെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു. സൈഡിൽ ചാത്തിന് ഇരുന്നുകൊണ്ട്. സർ യാത്ര എങ്ങനെയുണ്ടായിരുന്നു?
യാത്ര സൂപ്പർ ആയിരുന്നു. ഇല്ലാത്തോണ്ട് അടിപൊളിയായിരുന്നു. ആ ഗൈസ് നമുക്ക് വെള്ളത്തിലിറങ്ങാം. ബാ ഗൈസ് ഒന്നര വെള്ളത്തിലിറങ്ങാം. നമുക്ക് ഇനി വെള്ളത്തിലിറങ്ങുന്നതാണ്. നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം. അവിടെ പോയി ഫോട്ടോ എടുക്കാം. എന്തിനാ ഇപ്പൊ സമയം 6 മണി. ഹാക്കസ് മണിയാ അത് തന്നെ. സോറി 5 മണിയാവുന്നു. 5 മണി കണ്ടു. സൈബർ ചാത്തിന്റെ സ്പീക്കറും കൊണ്ട് പോകുന്നു. ഇനി നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആണ് ഗൈസ്. ഇപ്പം ആകെ മൊത്തം നനഞ്ഞ് കുളമായിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തുടങ്ങി. പക്ഷേ ആ ആ ആ ആ ആ ഇത് നിങ്ങൾ ആരുടെ വീട്ടിലാ കേറിപ്പോടാ വീട്ടില്. വന്ന് കയറി കുളിച്ച് ഫ്രഷായി ഗൈസ്. ടീഷർട്ടൊക്കെ ഇട്ട് ഇനി നമ്മൾ പുറത്തോട്ട് പോകാൻ പോവാണ് കേട്ടോ. റൂമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എടുത്ത ഫോട്ടോസൊക്കെ കോപ്പി ചെയ്തിട്ടു. കോപ്പി ആയില്ലേ? എടുത്ത ഫോട്ടോസൊക്കെ കോപ്പി ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ക്യാമറയിൽ. ആൻഡ് ഒരുത്തനെ ഇവിടെ പണിക്ക് കയറി. മോനു എൻ്റെ വ്ളോഗിലൊരു ഹായ് പറഞ്ഞ്. അവൻ പണിക്ക് കയറി. ഇനി അവൻ വെളുപ്പിന് 3 മണി വരെ ഇവിടെ വർക്ക് കയറി. ഏതാ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരുന്ന് വ്യൂ കാണുന്നു. ഇങ്ങനെ ആർക്ക് പണിയെടുക്കാൻ പറ്റും? അതെ, ആർക്ക് പണിയെടുക്കാൻ പറ്റും ഇങ്ങനെ. ഓക്കെ, അവരവിടെ പണിയെടുക്കട്ടെ. ഇതാണ് വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഉള്ള വ്യൂ കേട്ടോ. നല്ല കിടിലം വൈബ്, നല്ല കനത്ത കാറ്റുണ്ട്. ഇടയ്ക്ക് കുറച്ച് മുമ്പ് മഴ ചാറിയായിരുന്നു. നല്ല രസമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കോടയിൽ കയറി വൈബാവും. ഞങ്ങളപ്പോൾ ഒന്ന് പോയി കറങ്ങട്ടെ. അപ്പോൾ പണിയെടുക്കൂ. ഓക്കെ ബൈ. എവിടെ ആ ഫ്രഷ് ആയിട്ടാ? ഓക്കെ ബൈ. വിളിച്ചാൽ മതി. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ ഗൈസ്. വൈകുന്നേരം റിസോർട്ട് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. ചില്ല ചെയ്യാം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് അതിനും തിരിച്ചു വരത്തുള്ളൂ. ഫുഡ് ആകുമ്പോഴത്തേക്കുമാരെ വിളിച്ചാൽ മതിയല്ലോ. എല്ലാവരും റെഡിയായോ ഗൈസ്? ആണ്ട് ഹെക്കസ് പിടിയും ഗോകുലും ബഗ്ഗിമല്ലും ചാത്തനും എല്ലാം റെഡിയായി. വാ സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ ഇറങ്ങാമെന്ന്. വാ. ഓക്കെ ഗൈസ്, നമുക്കിനി വൈകുന്നേരത്തെ സന്ധ്യാ കാഴ്ചകളിലേക്ക് പോവുക. കമോൺ, ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ താഴെ വന്നേ. ഇവിടുന്ന് വിദൂരതയിൽ നിന്ന് നോക്കിയാൽ ഒരുത്തരെ കാണാം. ഹായ് ഗൈസ്. അവരുടെ പണിയെടുക്കുന്നു. നോക്കൈസ്, ഇവിടെ കിഡിലം വൈബാണ്. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. കുറച്ച് ഫോട്ടോസ് കാച്ചണം. കൊള്ളാം. ഇവിടുത്തെ കോഫി ഷോപ്പ് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പുറത്ത് താഴെ റെസ്റ്റോറൻറ്റും സ്വിമ്മിംഗ് പൂളും അങ്ങനെ വരുന്നത് ഇവിടെ. ചേട്ടാ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? തണുത്ത് വിറയ്ക്കുന്നു. ഏസ് ഇവിടെ അകത്ത് കയറുമ്പോൾ ഒരു ചെറിയൊരു വാം ഫീലുണ്ട്. ഇപ്പം ഞങ്ങൾ ഇത്രയും റിസപ്ഷൻ ഇരിക്കുമായിരുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു വാം ഫീലുണ്ട്. പക്ഷേ ഇപ്പം പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കിടുങ്ങുന്നു. ഇനി അല്ല കിടുങ്ങുന്നില്ലേ കോൾ വരുന്നു ഗൈസ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ഇൻഡോർ പരിപാടികൾ പോവുകയാണ്. ഇതാണോ കിഡ്സ് പ്ലേ? ഇതാണോ സ്ഥലം? അല്ലല്ലോ, ഇതന്നെയാണോ? ഓക്കെ, താഴോട്ട് പോകാം. ഇവിടുന്ന് സെപ്പറേറ്റ് ആണ്. ഇവിടെ എല്ലാം കോട്ടേജസ് ആണ്. ഞാൻ നിങ്ങളെ വേണമെങ്കിൽ നാളത്തെ വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കോട്ടേജസ് ഒക്കെ കാണിച്ചു തരാം. ഗൈസ്, ഏലക്ക ഇതാണ് ഏലത്തോട്ടം, ഏലമരം. ഇത് തന്നെയാണോ? ഉറപ്പാണോ? ഇത് പിള്ളേരുടെ സെക്ഷനാണ്. അത് പിള്ളേരുടെ പ്ലേ ഏരിയ. ഇങ്ങോട്ട് വാടാ. എനിക്ക് മൂന്നാറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ അറിയോ? സത്യം, തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു തണുപ്പ് ഫീൽ ഉണ്ടല്ലോ, ഒരു AC ഫീൽ ഉണ്ടല്ലോ, ഒരു കുളിർമ ഫീൽ ഉണ്ടല്ലോ, ആ സാധനം. ഇത് ഷോർട്ട് കട്ടാ. ഗൈസ്, ഇവിടെ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് ഇൻഡോർ പരിപാടികൾ, ഇൻഡോർ ഗെയിംസ്, ജിമ്മ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അത് എക്സ്പ്ലോർ ചെയ്യാം. ഇൻഡോർ ഗെയിംസ് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്താ നമ്മളെവിടേക്കാ പോകുന്നത്? ഓക്കെ, വലതുകാലം. ഗൈസ്, 1 2 3 ഓരോന്നോരോന്നേരം ട്രൈ ചെയ്യാം. ഇവിടെ ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കുക. ടേബിൾ ടെന്നീസിന് വരാം. ഇപ്പൊ കാണിച്ചു. അടി. കൊതുകിനെ അടിക്കുന്ന ഇവിടെ ഒന്നും നടക്കുന്നില്ല. കേസ്, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലെത്തി. രാത്രിയിലത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ നോക്ക്. കണ്ടോ, അവിടെ സൈബർ ചാത്ത് ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ സൂപ്പ് വന്നിട്ടുണ്ട്. ഇതാ എന്നടാ ഗിംബൽ. സൂപ്പ് വന്നു ഗൈസ്. സൂപ്പ്
ചിക്കൻ സൂപ്പ്. നിങ്ങളെന്താ പറഞ്ഞേ? ചിക്കൻ സൂപ്പ്. ചിക്കൻ സ്വീറ്റ് ചിക്കൻ സ്വീറ്റ് കോൺ പോയി. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള ചിക്കൻ 65 ആൻഡ് ഇതെന്താ കേരള ഫ്രൈഡ് ചിക്കൻ. ഇത് കുട്ടി ഒരു വഴിയാക്കി ആക്ച്വലി കഴിച്ചോളൂ. നാരങ്ങ പിഴിഞ്ഞ് കുളമാക്കിയിട്ടേക്ക് വന്നു. ഞാൻ ഇവിടെ കൺട്രോൾ ചെയ്തിരിക്കുവായിരുന്നു. നമുക്ക് അതെടുക്കാം. ഇത് സ്റ്റാർട്ടറല്ലേ? നോട്ട് ബാഡ്. കൊള്ളാം. ജസ്റ്റ് കോഴി ചിക്കൻ ഫ്രൈ തരാം. പുക വരുന്നുണ്ട്. ചിക്കൻ 65 ഓക്കെ. വിട്ടുവരില്ല. സോഫ്റ്റ് ചിക്കൻ പിടിച്ചേ. അടിപൊളി. ചിക്കൻ 65 ആണ് ബെറ്റർ ദാൻ ദിസ്. അല്ല ദാറ്റ്. അടുത്ത ഫിഷിന്റെ ഡിഷ് വന്നു. വിശപ്പായോ ഗൈസ്? അയ്യോ യെസ്. ഒരു മീനാണ്. ദിസ് ഈസ് തന്തൂരി ചിക്കൻ. ഓക്കെ, ഇതിനി ഇവിടെ കൊടുക്കട്ടെ. അങ്ങോട്ട് കൊടുത്ത് ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ റൂമിൽ വന്നു. ഐ മീൻ ഇവരുടെ റൂമിൽ വന്നു, ഇവരുടെ കോട്ടേജ് വന്നു. ഇനി കുറച്ച് നേരം ചില്ല് ചെയ്യാൻ പോവാണ്. ഉഫ്, എൻ്റെ മോനി ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ്. ഏതാ മ്യൂസിക് പ്ലീസ്. അപ്പോൾ ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകാൻ സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ ഇതിലും നല്ല കിടുക്കാച്ച് വ്ളോഗായിട്ട് നമ്മൾ നാളെ കാണും അല്ലേ? ബൈ ഗൈസ്, അതുവരെ ഗുഡ് നൈറ്റ്.